ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ നമ്മൾ ഇന്ന് കൗൺസിലിൽ വളരെ ഗൗരവത്തോടുകൂടി തീരുമാനം എടുക്കാൻ പോവുകയാണ്. കാരണം തെരുവ് നായയുടെ വിഷയം, തെരുവ് നായയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം ഇത് വളരെ വലുതാണ്. എനിക്ക് ഒരു പട്ടി സ്നേഹികളെയും വിലക്കെടുക്കാതെ അത്ര ഗൗരവത്തോടുകൂടി നമ്മൾ നായ്ക്കളെ, നമുക്കറിയാലോ, നമ്മള് കാട്ടുപന്നിയെ വെടിവെക്കാനുള്ള അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു പേ പിടിച്ച നായിയെ വെടിവെക്കാനുള്ള അധികാരം നമുക്ക് തരുന്നില്ല. ഇത് എന്ത് ന്യായമാണ് എന്നുള്ളതാണ്. ജനങ്ങളെ കൊന്നു തിന്നുന്ന ഈ നായ്ക്കൾക്കെതിരെ ഒരു നടപടി എടുക്കാൻ കോടതി പോലും മുന്നോട്ട് വരുന്നില്ല എന്നുള്ള വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മുന്നിൽ ഇവിടെ ശിബിലിൽ സൂചിപ്പിക്കുകയുണ്ടായി ഒരു കുട്ടിയെ കൊന്നത്. ശിബിലെ അതല്ല, നമ്മുടെ പയ്യാമ്പലം ഡിവിഷനിൽ ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്. തെരുവ് നായി കടിയേറ്റ് പയ്യാമ്പലം ഡിവിഷനിൽ ഒരു കുട്ടി മരണപ്പെട്ട രോദന കഥ നമ്മൾ കണ്ടതാണ്. അവർക്ക് നമ്മൾ തനത് ഫണ്ട് ഉപയോഗിച്ച് നമ്മളെ ഫണ്ട് ഉപയോഗിച്ച് ധനസഹായം നമ്മൾ നൽകി കൊടുത്തു. പക്ഷെ എന്ത് ധനസഹായം ചെയ്താലും ആ പൊലിഞ്ഞു പോയ ജീവൻ തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഒരുപാട് ആളുകളെ കഴിച്ചു. കഴിഞ്ഞ ദിവസം ചാതുരിപ്പള്ളി ഓരോ ഭാഗത്തും പറയുന്നില്ല, എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഈ തെരുവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ABC എന്ത് ഫലപ്രദമായി നടപ്പിലാക്കി കഴിഞ്ഞാലും അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നത് ഒരു 10 കൊല്ലത്തിന് ശേഷമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ABC ഫലപ്രദമായി നടപ്പിലാക്കുക എന്നുള്ളത് കർശനമായ ഒരു തീരുമാനം ഞങ്ങൾ ഭരണസമിതി എടുക്കും, ഒരു സംശയവും വേണ്ട. അത് അടുത്ത വാർഷിക പദ്ധതിയിൽ ABCയുടെ ഒരു പ്രത്യേക പ്രൊജക്റ്റിൽ കോർപ്പറേഷൻ മാത്രം ഉണ്ടാക്കാൻ ഒരു തീരുമാനം എടുക്കുക. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിലവിലുള്ള കേസിൽ കക്ഷി ചേരാൻ നമുക്ക് തീരുമാനിക്കാം. അതിനൊരു നീതി, ന്യായമായിട്ടുള്ള ഒരു നീതി ലഭിക്കുന്നത് വരെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ഈ തെരുവുകയായ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പറ്റില്ല. നായ്ക്കളെ പിടിച്ച് അലസമായി ഓടി നടന്ന് ജനങ്ങളെ കടിക്കുന്ന നായ്ക്കളെ പിടിക്കാനും അതോടൊപ്പം തന്നെ അവരെ ഷെൽട്ടർ ചെയ്യാനുള്ള നടപടി എത്രയും പെട്ടെന്ന് ചെയ്യും. അതോടൊപ്പം തന്നെ വാക്സിനേഷൻ പ്രവർത്തനം നമ്മൾ നടന്നു വരികയാണ്. വാക്സിനേഷൻ ചെയ്തത് കൊണ്ടൊന്നും നായ കടിക്കാതിരിക്കില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ എന്നാൽ പോലും ജനങ്ങൾക്ക് ഭീതി ഒഴിവാക്കാൻ വേണ്ടി നായ്ക്കളെ പിടിച്ച് വാക്സിനേഷൻ ചെയ്യുന്ന നടപടി ഒരു ഭാഗത്ത് നടക്കുന്നു. ഷെൽട്ടർ ചെയ്യാനുള്ള നടപടി നമ്മൾ അടിയന്തരമായി ചെയ്യുന്നു. അതോടൊപ്പം നായ്ക്കളെ പിടിക്കാൻ ട്രെയിനിങ് കൊടുക്കുക, ആളുകളുടെ ട്രെയിനിങ് ഇനിയും കൊടുക്കേണ്ടതായി വന്നാൽ കൊടുത്തുകൊണ്ട് നായ്ക്കളെ പിടിച്ച് ഷെൽട്ടർ ചെയ്യും. അതോടൊപ്പം സുപ്രീം കോടതിയിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേസ് നടത്താൻ കോർപ്പറേഷൻ തയ്യാറാണ് എന്നുള്ള കാര്യം കൂടെ അതിന് നമ്മൾ ഉറപ്പായിട്ടും ഞാൻ സുപ്രീം കോടതിയിലെ വക്കീലിനെ വിളിച്ച് ഇന്ന് കാലത്ത് സംസാരിച്ചിട്ടുണ്ട്. നിലവിലുള്ള കേസിൽ നമുക്ക് കക്ഷി ചേർന്നുകൊണ്ട് അതിന് കോർപ്പറേഷന് അനുകൂലമായിട്ടുള്ള വിധി നേടിയെടുക്കാൻ പറ്റുന്നത് വരെ ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ് പറയാനുള്ളത്. അതിന്റെ പേരിൽ നമുക്ക് ഇനിയിപ്പോ ജനങ്ങൾ പട്ടിപിടുത്തക്കാർ, പട്ടി സ്നേഹികളായിട്ടുള്ള ആളുകൾ നമുക്കെതിരെ കേസ് കൊടുക്കാതെ ജയിലിൽ കിടക്കാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ളതാണ്. കാരണം പട്ടി പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഏത് കേസ് വന്നാലും ആ കേസ് നേരിടാനും അതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാലും നമ്മൾ ഇതിൽ നിന്ന് ഇനി പിന്നോട്ടില്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കുക.